നാലാമതൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറ. ആർക്കെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ കുടുംബത്തെ കുഴിച്ചുമൂടാൻ പറ്റുമോ? ആ പെൺകുട്ടിയെ നാട്ടിന് പുറത്താക്കാൻ പറ്റുമോ? തെറ്റ് തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷ എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയായിട്ട് പറയുന്നത്, അല്ലാതെ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കല്ല. ഇത് പറയേണ്ടി വന്നത് ഇത്തരം പല കാര്യങ്ങളും മൂടിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ സമസ്തയെ അടക്കമുള്ള മതസംഘടനകളെ തേജോവധം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ ചില പ്രശ്നങ്ങൾ പറയേണ്ടി വന്നതാണ്. എന്റെ ഇവിടെ പരിഹാരം, അഥവാ സമ്മതിച്ചു, വിവാഹം ഒരു പരിഹാര മാർഗമാണല്ലോ. വിവാഹം പരിഹാര മാർഗമാണ്. ആ കുട്ടിന്റെ ഭർത്താവ്, ആ കുട്ടിന്റെ വാപ്പ പറയുന്നു, കുട്ടിന്റെ ഉമ്മയും പറയുന്നു, ഈ കുടുംബത്തെ, ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇവൻ വിവാഹം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കെട്ടിക്കാൻ തയ്യാറാണ്. അവന്റെ മാതാപിതാക്കൾ പറയുന്നു, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി നിർബന്ധിച്ചുകൊണ്ടെന്നല്ല, എന്തായാലും ശരി ഇവൻ കെട്ടിയേ തീരുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിച്ച് ഇവനെ വിവാഹം ചെയ്ത് കൊടുക്കാൻ, ഈ പെൺകുട്ടിയെ കെട്ടാൻ ഞങ്ങൾക്കും സമ്മതമാണ്. കുട്ടിക്ക് സമ്മതം, ചെറുപ്പക്കാരന് സമ്മതം, രണ്ട് കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് സമ്മതം. അവർ മഹല്ല് കമ്മിറ്റിയെ സമീപിച്ചു. മഹല്ല് കമ്മിറ്റി പറയുന്ന പടച്ചോന്റെ അടുത്തുള്ള ശിക്ഷ അവർ വേറെ വാങ്ങിക്കോട്ടെ, പക്ഷെ ഇവർ നാണം കെടാതിരിക്കാൻ, ഈ പിറക്കാൻ പോകുന്ന കുട്ടിയെ ജാരസന്ധതിയിൽ നിന്ന് വിളിക്കാതിരിക്കാൻ, വിവാഹം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. മഹല്ല് കമ്മിറ്റിയും സമ്മതമായി, കാലിക്കും സമ്മതമായി. എല്ലാം ഒന്ന് ഒത്തു വന്ന് ഒരുപാട് ചർവണ നടത്തി പ്രശ്നങ്ങൾ ഇതല്ലാതെ പരിഹാരമില്ലാണ് ഒക്കത്തിന് തീരുമാനമായപ്പോ അതാ വരുന്ന പിന്നെ ഡെമോക്രസിന്റെ വാള് 8 മാസം കൂടി കഴിഞ്ഞിട്ട് 18 വയസ്സോ കെട്ടാൻ പറ്റൂല. ഇവിടെ നിയമം കുരിശല്ലേ, ഇവിടെ നിയമം പ്രശ്നമല്ലേ? അത്തരം സാഹചര്യത്തിൽ അവിടെ പാര വെക്കാൻ നിയമം ഉണ്ടാകരുത്. നിയമം മനുഷ്യന്റെ രക്ഷക്കാണ്, അല്ലാതെ നിയമം മനുഷ്യനെ വേട്ടയാടാനല്ല. അതുകൊണ്ട് തന്നെയാണ് ആ നിയമം തിരുത്തണമെന്ന് നമ്മൾ പറയുന്നത്. എന്താ ഇത്ര തടസ്സം ഈ കാര്യത്തിൽ? എന്തിനെത്ര വാദഗതികളെ കൊണ്ടുപോകേണ്ട കാര്യം? അവിടെ എങ്ങാനും 8 മാസം കഴിഞ്ഞാൽ ആ കുട്ടി പ്രസവിക്കുന്ന കുട്ടിയാണെങ്കിൽ ജാരസന്തതി, ഇതല്ല പേര്. ആ കുട്ടിക്കും അതിന്റെ അമ്മാനെ പേരിടുന്നത് വേശ്യ. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടി മരണം വരെ പിന്നെ ഞാൻ ജാരസന്തതിയാണല്ലോ എന്ന വേട്ടയാടലും. ഈ പ്രശ്നമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരുപക്ഷെ കുടുംബം തീരുമാനിച്ചിട്ടുണ്ടാവുക കല്യാണം കഴിച്ചോട്ടെ. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ചില വിഷയങ്ങളുണ്ടാവും. എന്തുകൊണ്ട് ഈ കാലത്തിൽ മുന്നോട്ട് വന്ന് കോഴിക്കോട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു ഉമ്മായും തന്റെ കുട്ടിയും കരയാണ്. എന്താ പറയുന്നത്? തങ്ങളെ, എന്റെ മോള് ബാപ്പ മരിച്ചിട്ട് കുറെ വർഷമായി, ഞാൻ അതിനെ ആരാന്റെ അടുക്കള മോറിയിട്ട് മടിക്കാട്ടെടുത്തിട്ട് കിട്ടുന്ന മുതൽ കൊണ്ട് ആ കുട്ടിയെ സംരക്ഷിച്ച് വളർത്തി പഠിപ്പിച്ചു ഞാൻ. പക്ഷെ ഇപ്പോ കുട്ടിയെ കാണാൻ അല്പം ചൊറുക്കുള്ള കുട്ടിയായതുകൊണ്ട് കെട്ടാനൊരുത്തം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സമ്പന്ന കുടുംബമാണ്. അയാൾ പറയുന്നു, ഞാൻ ഈ കുട്ടിയെ നോക്കിക്കോളാം, എനിക്ക് കല്യാണം കഴിച്ചു തരണം, ഞാൻ ആ കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കുകയും ചെയ്തോളാം എന്നെ പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാർ വന്നപ്പോ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ കെട്ടിക്കാൻ സമയത്ത് അതാ പോലീസ് വന്നുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നു, ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് വയസ്സായില്ല എന്ന കാരണത്താൽ കല്യാണം മുടക്കുന്നു. എന്റെ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും തങ്ങളെ? നിങ്ങൾ പരിഹാരം പറഞ്ഞതാ. ഇത് പറഞ്ഞിട്ട് ആ ഉമ്മയും തന്റെ കുട്ടിയും കരഞ്ഞ സമയത്ത് ആ കണ്ണീരാണ് ഇത് ചിന്തിപ്പിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ചത്. കൂട്ടരെ, പെൺകുട്ടികളുടെ കണ്ണീര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ പെൺകുട്ടികളുടെ മുതല കണ്ണീർ ഒഴിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സഖാബ് കെട്ടാൻ വരുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക നായകൻ കെട്ടാൻ വരുമോ? എത്ര ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മഹല്ല് ജമാഅത്ത് കൈകാര്യം ചെയ്യുന്നവർ, കാലിമാറി മുമ്പിൽ വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിയമം ഒരു തടസ്സമാവല്ലേ എന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പെൺകുട്ടികളുടെ ഭാഗമാണ്, നിരപരാധികളും നിരാലംബരുമായിരിക്കുന്ന ഉമ്മമാരുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കണം. തേരാപാറ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ഒരു പക്ഷെ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവൂല. മാന്യമായി ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ പൊരുത്തപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവിടെ. അവർ പക്ഷെ കൊടി പിടിച്ച് സിന്ദാബാദ് വിളിക്കുന്നവരായിരിക്കില്ല, അവർ സംഘടനകൾ ഉണ്ടാക്കി നടക്കുന്നവരായിരിക്കില്ല, അവർ ചാനലിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരായിരിക്കില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബനിമാരുടെ ജീവിതം നോക്കേണ്ട ആവശ്യമില്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പറയുന്നത്. ഒരു സംഘടന ചോദിച്ചു, 90% മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ഇതിൽ കിട്ടൂല. 90% മുസ്ലിം സമുദായത്തിന്റെ അല്ല, 90% സ്ത്രീകളുടെ പിന്തുണ കിട്ടൂല എന്ന് ഞങ്ങൾക്കറിയാം. എന്താ കാരണം? 90%അല്ല, 99.99% പറയുന്നു 18 വയസ്സായിട്ട് ഞങ്ങൾ കെട്ടിക്കാൻ തയ്യാറാകും. ആവട്ടെ,
അങ്ങനെ കെട്ടിക്കാവൂ. 0.1% പ്രതിസന്ധി ഘട്ടത്തിൽ പറയുന്നു ഇവളെ കെട്ടിക്കണം. അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്താ? അവരെ കൂടി ഈ കൂട്ടത്തിലേക്ക് കൂട്ടണം. ഞങ്ങളുടെ ശത്രുക്കൾ പറയുന്നു 99.99% നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പിന്തുണ തരൂല. സമസ്ത പറയുന്നു 100% ആളുകളുടെ കൂടെ സമസ്ത നിൽക്കുന്നു. കാരണം ആ 99.99 മാത്രം ജീവിച്ചാ പോരാ, ഈ 1% കൂടി ജീവിതം വേണം. ഞങ്ങൾ പറയുന്ന നിയമം 99.99% പാരല്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാൻ ഈ 2 പാർട്ട് ഇവിടെ പറയാം. എ എന്നും ബി എന്നും അതിന് പേരിടാം തൽക്കാലം നമുക്ക് സാങ്കല്പികമായി. എ പറയുന്നു വിവാഹത്തിന്റെ പ്രായം നിശ്ചയിക്കണ്ട, അതാണാവട്ടെ പെണ്ണാവട്ടെ, വിവാഹത്തിന് പ്രത്യേകിച്ച് പ്രായം നിശ്ചയിക്കണ്ട. അവളുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുമ്പോ, കുട്ടിക്ക് ഇഷ്ടപ്പെടുമ്പോ, കിട്ടുന്ന ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുമ്പോ കെട്ടിച്ചോട്ടെ. എത്ര വയസ്സായാലും കെട്ടിച്ചോട്ടെ. കെട്ടിക്കണ്ട എന്നാ വേണ്ട, മരണം വരെ കെട്ടിക്കണ്ടെന്ന തീരുമാനം സമസ്ത വന്ന് കെട്ടിക്കാൻ വരിയോ? അവനവന്റെ ഇഷ്ടം പോലെ കൊട്ടെ, പക്ഷെ പ്രായം വെച്ചുകൊണ്ട് നിബന്ധന ഇവിടെ വേണ്ട എന്ന് എ പറയുന്നു. അതാണ് സമസ്തയുടെ വാദം, അതാണ് മുസ്ലിം സംഘടനയുടെ വാദം. ബി പറയുന്നു 18 വയസ്സായാലേ കെട്ടിക്കാൻ പറ്റൂ, അതിന് മുമ്പ് പറ്റൂല. എന്നാൽ എ വിഭാഗം പറയുന്ന വാദം ബി വിഭാഗം പറയുന്ന വാദത്തിന് തടസ്സമല്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പറയുന്നു, എ വിഭാഗം പറയുന്നു ഇഷ്ടപ്പെട്ട സമയത്ത് കെട്ടിക്കാം. ബി വിഭാഗം പറയുന്നു 18 കെട്ടിക്കാവൂ. ആയിക്കോട്ടെ, 18 കെട്ടിച്ചാ മതി, 16, 18, 19 കെട്ടിച്ചാ മതി, 20 കെട്ടിച്ചാൽ മതി, കെട്ടിക്കണമെന്നില്ല. ഇതാണ് എ വിഭാഗത്തിന്റെ വാദം. എന്നാൽ എ വിഭാഗത്തിന്റെ വാദം ബി വിഭാഗത്തിന് എതിരല്ലെങ്കിൽ ബി വിഭാഗത്തിന്റെ വാദം എ വിഭാഗത്തിന്റെ വാദത്തിന് എതിരാണ്. എന്നാൽ പൊതുസമൂഹം എന്ത് തീരുമാനിക്കണം? കോടതി എന്ത് നിശ്ചയിക്കണം? ഭരണകൂടം ആരെ കൂടെ നിൽക്കണം? ഒരു വാദം മറ്റൊരു ഭാഗത്തിന് എതിരായിട്ട് അതിന് തടസ്സം സൃഷ്ടിക്കാത്ത വാദം ഏതുണ്ടോ അത് സ്വീകരിക്കണം. നമുക്ക് 2 കൂട്ടർക്കും ജീവിക്കാലോ. ഞങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ആളുകൾക്ക് തടസ്സമുണ്ടോ? ഡിവൈഎഫ്ഐക്കാരനും SFIക്കാരനും പറഞ്ഞ് നടക്കുന്നു ഞങ്ങൾ കെട്ടിക്കേണ്ടത് 18-ലാണ്. അതിന് ഞങ്ങൾ തടസ്സമേ അല്ല, അങ്ങനെ മതി. പക്ഷേ ഞങ്ങൾക്ക് കൂടി കെട്ടിക്കാൻ താല്പര്യം 18-ലല്ല, അതിന്റെ താഴെയാണെങ്കിലോ അതിന് മറ്റുള്ള തടസ്സം നിൽക്കണ്ട. അവനവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനെവിടെ നിയമം തടസ്സമാകുന്നില്ല. നമ്മുടെ നിയമം ഒരു വിലങ്ങ് തടിയുമാകുന്നില്ല. തന്നെയുമല്ല, ആരാ 18 വയസ്സിന്റെ താഴോട്ട് വിവാഹം കഴിച്ച വിദ്യാഭ്യാസത്തിന് തടസ്സമാകുമെന്ന് പറയുന്നത്? ഞാൻ ആ വാദത്തിന്റെ കൂടെ നിന്ന് പറയല്ല, പക്ഷെ മുരണ്ട ന്യായം പറയരുതല്ലോ. 18 വയസ്സിന്റെ താഴെ കുട്ടികളെ വിവാഹം ചെയ്ത വിദ്യാഭ്യാസത്തിന് തടസ്സമാകുമോ? അങ്ങനെ തടസ്സമാകുമെങ്കിൽ 18 വയസ്സായുന്നതും വിവാഹത്തിന് തടസ്സം തന്നെയാ. ഒരു കുട്ടിന്റെ ഡിഗ്രി കഴിയണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലസ് ടു ഏജ് ആണ് 18 വയസ്സ്. ആ 18 വയസ്സ് ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയർ കഴിയണമെങ്കിൽ അവർ 19-20 വയസ്സാകണം. ആ വയസ്സാകുമ്പോഴേ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമികത കഴിഞ്ഞ് SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി 3 കോഴ്സ് പൂർത്തിയാവും, 3 വർഷം പൂർത്തിയാവും. ഇനി ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ LLBക്കോ MBBSനോ ചേരണമെന്നുണ്ടെങ്കിൽ പിന്നെ വയസ്സ് വേറാകണം. ആ സമയത്തൊക്കെ കെട്ടിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസത്തിന് ഒരിക്കലും വിവാഹം തടസ്സമാകുന്നില്ല. 16 വയസ്സോ 17 വയസ്സോ വിവാഹം നടന്നാൽ വിദ്യാഭ്യാസത്തെ തടസ്സമാകുമെങ്കിൽ അതേ തടസ്സം 18 വയസ്സിനും ഉണ്ടാകും. അതുകൊണ്ട് തടസ്സം എന്നത് വിവാഹത്തെ ബന്ധപ്പെടുത്തി പറയേണ്ട വേറെന്തോ ന്യായമുണ്ടോ പറഞ്ഞോ? തന്നെയുമല്ല, MSFന്റെ വനിതാ സംഘടനയുണ്ട് ഹരിത. ആ ഹരിതന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ആ പെൺകുട്ടി ദിനം പ്രതി അവൾ LLBക്ക് പഠിക്കാൻ പോകുന്നു കോഴിക്കോട് ലോ കോളേജിൽ. മാവൂർ അടുത്താണ്, പൂവാട്ടുപറമ്പിലാണ് ആ സഹോദരിയുടെ വീട്. അവൾ എന്നും രാവിലെ പോകുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ബസ് ചാർജ് വാങ്ങിയിട്ടാണ്. നിയമം ആ കുട്ടിക്ക് തടസ്സമല്ല, ആ കുട്ടിക്ക് വിദ്യാഭ്യാസം തടസ്സമല്ല. അവൾ ഭാര്യയായിട്ടുണ്ട്, അവൾ തന്റെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്, അവൾക്ക് വിദ്യാഭ്യാസം തടസ്സമല്ല. പിന്നെ ആരാ ഈ വാദം ഉന്നയിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഫാത്തിമ. അവൾ വിവാഹം കഴിച്ച ശേഷമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മുസ്ലിം പെൺകുട്ടിമാരായിക്കൊണ്ട് സമൂഹത്തിൽ അറിയപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തന്നെ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിച്ചിട്ടും പഠിച്ചവരാണ്, തടസ്സമല്ല. ഇനി വിദ്യാഭ്യാസത്തിന് വിവാഹം ഒരു തടസ്സമാണെങ്കിൽ
അംഗീകരിച്ചു പറയാം. ആണെങ്കിൽ വിവാഹം കഴിക്കണ്ട, പഠിച്ചോട്ടെ. അതിന് മതസംഘടനകൾ എതിർത്തിട്ടുണ്ടോ? നമ്മളാരും തടസ്സം നിന്നിട്ടുണ്ടോ?